ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ച് കത്തോലിക്ക സഭയുടെ 4 വിശ്വാസ സത്യങ്ങളാണ് ദൈവമാതാവ്, അമലോത്ഭവ മാതാവ്, കന്യകാമാതാവ്, സ്വർഗാരോപിത മാതാവ്. ഇതിൽ ആദ്യത്തെ 3 മുൻ എപ്പിസോഡുകളിൽ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നാം മനസ്സിലാക്കുന്നത് സ്വർഗാരോപിത മാതാവിനെ കുറിച്ചാണ്. മറിയത്തിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമാണ്. 1950 നവംബർ 1 മുനിഫിസെന്റിസിമോസ് ദേവോസ് അല്ലെങ്കിൽ പരമകാരുണികനായ ദൈവം എന്ന തിരുവെഴുത്ത് വഴി 12ാം പിയൂസ് മാർപ്പാപ്പയാണ് ഇത് പ്രഖ്യാപിച്ചത്. പാപ്പ പറഞ്ഞു, അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയുമായ മറിയം തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നത് ദൈവം വെളിപ്പെടുത്തിയ ഒരു വിശ്വാസ സത്യമാണെന്ന് നാം പ്രഖ്യാപിക്കുന്നു. സ്വർഗാരോപണ തിരുനാൾ സഭ ആചരിക്കുന്നത് ഓഗസ്റ്റ് 15 5ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടം മുതൽ ദൈവമാതാവിന്റെ അനുസ്മരണം എന്നൊരു തിരുനാൾ ജെറുസലേമിനടുത്തുള്ള ഒരു പുണ്യ സങ്കേതത്തിൽ ഓരോ വർഷവും ആഗസ്റ്റ് 15 ആഘോഷിച്ചിരുന്നു. 6ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മറിയത്തിന്റെ ഇഹലോകവാസത്തിന്റെ അന്ത്യത്തെ അനുസ്മരിക്കുന്ന ഒരു തിരുനാളായി ഇത് പരിണമിച്ചു. പിന്നീട് ഈ തിരുനാൾ മറിയത്തിന്റെ നിദ്രയുടെ തിരുനാൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സ്വർഗാരോപണ തിരുനാളിന്റെ ആചരണം റോമിൽ ആരംഭിച്ചത് 7ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ്. കാലക്രമത്തിൽ സ്വർഗാരോപണ തിരുനാൾ പരിശുദ്ധ കന്യകയുടെ ഒരു സുപ്രധാന തിരുനാളായി തീരുകയും മധ്യയുഗത്തിൽ കടമുള്ള ദിവസമായി മാറുകയും ചെയ്തു. സ്വർഗാരോപണ തിരുനാളിന് സിറോ മലബാർ സഭ കരേറ്റ തിരുനാൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്നാണ് മാതാവിന്റെ സ്വർഗാരോപണത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ജീവിതത്തിലും കർമ്മത്തിലും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ അവന്റെ മഹത്വത്തിലും പങ്കുപറ്റുന്നു എന്നത് ബൈബിളിന്റെ വ്യക്തമായ പ്രബോധനമാണ്. മറിയം യേശുവിന് ശാരീരിക ജന്മം നൽകിയെന്ന് മാത്രമല്ല, അവൾ ജീവിതത്തിലുടനീളം ദൈവഹിതം നിറവേറ്റി മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് 100% സഹകരിക്കുകയും ചെയ്തു എന്നതിന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. ഈ കാരണത്താൽ ഉത്ഥാനത്തിലും അവൾ അവനോടുകൂടെയാണ്. ഈ അർത്ഥത്തിൽ മറിയത്തിന്റെ സ്വർഗാരോപണത്തിന് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമുണ്ട് എന്ന് നിസ്സംശയം പറയാം. മാർട്ടിൻ ലൂഥർ പറയുന്നു, കന്യകാമറിയം സ്വർഗാരോപിതയായി എന്നത് സംശയരഹിതമായ ഒരു സംഗതിയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നത് നമുക്ക് അജ്ഞാതമാണ്. മറ്റൊരു പ്രൊട്ടസ്റ്റന്റ് നേതാവായ ബെള്ളിംഗർ പറയുന്നു, മറിയത്തിന്റെ പരമപവിത്രമായ ശരീരം മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഇവരുടെ പ്രസ്താവനകളോ വിശ്വാസമോ മനസ്സിലാക്കാതെയാണ് ഇന്നുള്ള പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ ഭൂരിഭാഗം പേരും മാതാവിന്റെ സ്വർഗാരോപണത്തെ എതിർക്കുന്നത്. മറിയത്തിന്റെ അമലോത്ഭവം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്വർഗാരോപണത്തെ സംബന്ധിക്കുന്ന വിശ്വാസ സത്യം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി 80 ലക്ഷത്തിലേറെ കത്തുകളാണ് പല വർഷങ്ങളായി റോമിൽ ലഭിച്ചത്. വിശ്വാസ പ്രഖ്യാപനത്തിന് ഏകദേശം 4 വർഷം മുൻപ് 1946 മെയ് 1 പ്രസ്തുത പ്രഖ്യാപനത്തിന്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ മെത്രാന്മാരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് 12ാം പിയൂസ് മാർപ്പാപ്പ ദൈവമാതാവും കന്യകയും എന്ന ചാക്രിക ലേഖനം അയച്ചു. കിട്ടിയ 1181 മറുപടികളിൽ 1159 എണ്ണവും സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു. വിശ്വസഭയിലെ വിവിധ ഘടകങ്ങളുടെ വിശ്വാസധാരണ മനസ്സിലാക്കിയ ശേഷം ആവശ്യമായ പ്രാർത്ഥനയും പഠനവും പരിചിന്തനവും ചെയ്താണ് 12ാം പിയൂസ് പാപ്പ മറിയത്തിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ബൈബിളിലെ ഏതെങ്കിലും സംഭവത്തിന്റെയോ വിവരണത്തിന്റെയോ വാചകത്തിന്റെയോ പിൻബലത്തിലല്ല ഈ പ്രഖ്യാപനം. ബൈബിളിന്റെ ചൈതന്യം മൊത്തത്തിലെടുത്ത് മറിയത്തെ പറ്റിയുള്ള ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമായി പരിഗണിച്ചുകൊണ്ടാണ് സ്വർഗാരോപണത്തെ പറ്റിയുള്ള ഈ പ്രഖ്യാപനം നടത്തിയത്. സ്വർഗാരോപണം എന്നതിന്റെ അർത്ഥം എന്താണ്? ആഡ് സെ സുമേറെ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് അസംഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തന്നിലേക്ക് തന്നെ സ്വീകരിക്കുക, മുകളിലേക്ക് എടുക്കുക എന്നതാണ് ഈ പദത്തിന്റെ അർത്ഥം. മാതാവ് ദൈവശക്തിയാൽ ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് ദൈവശാസ്ത്രപരമായ അർത്ഥം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ സ്വർഗാരോഹണമാണ് ചെയ്തത്. പരിശുദ്ധ കന്യകാമാതാവ് സ്വർഗാരോപണം ചെയ്തു. പിതാവായ ദൈവത്തിന്റെ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയുടെ തിരുശരീരം മറ്റ് ശരീരങ്ങളുടേതുപോലെ
കൃമികൾക്ക് ആഹാരമായി തീരുക ദൈവമഹത്വത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. ആഗസ്റ്റ് മാസം മുഴുവനും മാതാവിനെ പ്രതിഷ്ഠിച്ച് നൊവേന, ഉപവാസം, നോമ്പ് ഇവയിലൂടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന സഭാവിഭാഗമാണ് ഗ്രീക്ക് സഭ.